നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്കെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറിക്കെതിരെ കൗൺസിൽ പ്രമേയം പാസാക്കിയതിനും തുടർന്ന് സ്ഥലമാറ്റം ലഭിച്ചതിനും ശേഷവും കൗൺസിലിനെ അപമാനിക്കുന്ന നിലപാടും ഭരണപരമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതുമായ നടപടികളാണ് പ്രതിഷേധത്തിന് കാരണമായതെന്ന് ജീവനക്കാരുടെ സംഘടന. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറി സിമി എച്ചിനെതിരെ നഗരസഭാ ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്ത്. നഗരസഭാ സെക്രട്ടറിക്കെതിരെ കൗൺസിൽ പ്രമേയം പാസാക്കിയതിനും തുടർന്ന് സെക്രട്ടറിക്ക് സ്ഥലമാറ്റം ലഭിച്ചതിനും ശേഷവും കൗൺസിലിനെ അപമാനിക്കുന്ന നിലപാടും ഭരണപരമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതുമായ നടപടികളാണ് പ്രതിഷേധത്തിന് കാരണമായതെന്ന് ജീവനക്കാർ ആരോപിച്ചു. സെക്രട്ടറിയുടെ നടപടി ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്നും അത് ജീവനക്കാരിൽ കടുത്ത അസ്വസ്ഥത സൃഷ്ടിച്ചുവെന്നും നഗരസഭാ ജീവനക്കാരനും സബ് രജിസ്ട്രാറുമായ സുധീഷ് വി എസ് പറഞ്ഞു. നമ്മുടെ കൗൺസിലും സെക്രട്ടറിയും തമ്മിലുള്ള എന്ന് പറയാൻ പറ്റത്തില്ല, ജനങ്ങളും ആയിട്ട് ആപ്റ്റായിട്ട് ഭരണത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രതിസന്ധിയിൽ ഈ പറയുന്ന ബഹുമാനപ്പെട്ട സെക്രട്ടറിക്കെതിരെ ഒരു പ്രമേയം വന്ന് അതിനൊപ്പം സ്ഥലമാറ്റം ഈ ജില്ലയിൽ തന്നെ ഉള്ള കളമശ്ശേരി നഗരസഭയിലേക്ക് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്ന സെൻഡ് ഓഫിൽ ഉണ്ടായ ഒരു വിഷയത്തിൽ ആ വിഷയത്തിൻ്റെ ഒരു വിശദീകരണമായിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഇവിടെ യാതൊരു വ്യക്തിഹത്യയുമില്ലാതെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പേരെടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണലായിട്ടോ ഒരു രീതിയിലും സംസാരങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സെക്രട്ടറിയെ കളമശ്ശേരി നഗരസഭയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നുവെങ്കിലും അവിടുത്തെ നഗരസഭാ നിയമനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതും സെക്രട്ടറിക്കുള്ള തിരിച്ചടിയായതായി ജീവനക്കാർ ചൂണ്ടിക്കാട്ടി. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലമാറ്റം ലഭിച്ച ശേഷവും ചെയർപേഴ്സന്റെ അനുമതിയോടെ ജീവനക്കാർ സെക്രട്ടറിക്ക് യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ യോഗം ദുരുപയോഗം ചെയ്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കെ പദവിയുടെ ഗൌരവം മറന്ന് സംസാരിക്കുകയും ജീവനക്കാരെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തതായി ജീവനക്കാർ ആരോപിച്ചു. സെന്റ് ഓഫ് യോഗത്തിലെ നടപടികളെ തുടർന്ന് ചെയർപേഴ്സൺ വിശദീകരണ യോഗം വിളിച്ചു ചേർത്ത ബന്ധപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കി സെക്രട്ടറിയുടെ നടപടികൾ ജീവനക്കാർക്ക് വിശദീകരിച്ചു. ഇതിനുശേഷവും വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കുന്ന രീതിയിൽ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ച സെക്രട്ടറി മറ്റൊരു യോഗം വിളിച്ചു ചേർത്തതായും ആ സമയങ്ങളിൽ നഗരസഭയിൽ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥരെ കാണാനാവാതെ കാത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തെന്നും ജീവനക്കാർ ആരോപിച്ചു. പ്രതിഷേധ യോഗത്തിൽ KLGSA വൈസ് പ്രസിഡന്റ് KC ബേബി, ഓവർസിയർ അലിയാർ MP, സീനിയർ ക്ലർക്ക് ശ്രീകല, ക്ലർക്ക് അനു വർഗീസ്, സീനിയർ ക്ലർക്ക് ഖദീജ എന്നിവർ പ്രസംഗിച്ചു. NGO അസോസിയേഷൻ ഭാരവാഹികളും പിന്തുണ അറിയിച്ച് സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.